ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫൈനലി നമ്മുടെ വീട്ടിൽ നമ്മൾ ട്രീ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. കുറേ നാളുകളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ട്രീ വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ക്രിസ്മസ് ആവാനായിട്ട് കുറച്ച് ദിവസം കൂടിയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നാളെങ്കിലും ഒന്ന് ട്രീ സെറ്റ് ചെയ്തിട്ട് വെക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ട്രീ സെറ്റ് ചെയ്യാൻ പോവാണ്. എന്തായാലും ഫസ്റ്റ് നമ്മുടെ ഈ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം. ഓൾറെഡി ഇന്നലെ ഞാൻ അടിച്ചുവാരലും തുടക്കലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിടണം. അപ്പം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇത് കണ്ടിട്ട് വായോ, അപ്പോഴേക്കും ട്രീയുടെ സാധനങ്ങളും ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെ നമുക്ക് എടുത്തിട്ട് സെറ്റ് ആവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് അവിടെ റൂമിലുള്ള ആ ഒരു സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ടിട്ട് റെഡി ആക്കിയിട്ടോ. അപ്പോൾ എൻ്റെ 2 മക്കളും കൂടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ട്രീ വയ്ക്കാൻ പോണേ. അങ്ങനെ നമ്മുടെ ട്രീയും സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇനി നമുക്കത് സെറ്റ് ചെയ്യണം. അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു ടി വിയിൽ നമുക്ക് ക്രിസ്മസ് പാട്ടും കാര്യങ്ങളും വെക്കാമെന്ന്. പക്ഷെ എന്തായാലും അത് മിക്കവാറും വോയിസ് ഓവർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരില്ല. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ട്രീ സെറ്റ് ചെയ്യുന്ന പണി സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ നല്ല ഒരു ക്രിസ്മസ് പാട്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ പണിയൊക്കെ തുടങ്ങി. അപ്പോൾ പണി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹെൽപ്പേഴ്സായിട്ട് തന്നെ 2 മക്കളും കൂടെയുണ്ട്. അപ്പോൾ അവരും കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ എനിക്കറിയാം എന്തായാലും ഇവരുടെ കൂടെ ഇത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തന്നെ ഒരു പണിയായി കിട്ടുന്നുള്ളത്. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണേക്കാളും എനിക്ക് പണിയായിട്ട് വരുന്നറിയാം. പക്ഷെ എന്നാലും അവരെ കൂടെ കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ അതിനൊരു സുഖമുണ്ടോ. പിന്നെ അവർക്കും ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അവരും കൂടും. അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഈ പണിയൊക്കെ ചെയ്തത്. ഇതിൽ ട്രീ ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ട്രീക്ക് വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ട്രീ സ്കേർട്ട് നമ്മൾ വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഒന്നുകൂടി ട്രീനെ മാറ്റിയിട്ട് ഫസ്റ്റ് ഇത് വെക്കണം, എന്നിട്ട് ബാക്കി പണികൾ തുടങ്ങാം. അങ്ങനെ ഞാൻ വീണ്ടും ഒന്നേന്ന് പണി തുടങ്ങിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് സ്കേർട്ടും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വീണ്ടും നമുക്കറിയാമല്ലോ ട്രീ നമ്മളിങ്ങനെ ചുരുട്ടി ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ പാർട്സൊക്കെ നിവർത്തിയെടുക്കണം. പിന്നെ അതിൻ്റെ അടുത്തുള്ള ചെടീനെ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റി. കാരണം അതുകൂടി വെക്കുകയാണെങ്കിൽ അവിടെ സ്ഥലം ഉണ്ടാവില്ല. ഈ ട്രീക്കൊരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ക്രിസ്മസ് ട്രീ എന്ന് പറയുമ്പോൾ കാണുന്നത് സാധാരണ ഒരു ലീഫല്ലല്ലോ ഇതിൻ്റെ. പക്ഷേ എനിക്ക് ഈ ഒരു ടൈപ്പാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ അപ്പം അതൊരു ചെറിയ പണിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചത് ഓൾറെഡി നമ്മൾ അതിന്മേൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് അതൊരു സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം വെറുതെ എടുത്ത് നമുക്ക് വെറുതെ അതിലേക്ക് ഇട്ടാൽ മതിയാവുന്ന വിചാരിച്ചിട്ട് ഫസ്റ്റ് അത് കെട്ടിയിട്ട് വേണം നമുക്ക് ഇനി അതിലേക്ക് ഓരോന്നായിട്ട് ഇടാനായിട്ട്. അപ്പം എന്തായാലും ഫസ്റ്റ് എന്തായാലും ഇനി അത് ചെയ്യാം. പൊട്ടിച്ചില്ലേ പൊട്ടിക്ക്? പൊട്ടിച്ചിട്ട് കാര്യമില്ല ചക്കുടു. ആദ്യം നമ്മളിത് ഇതിലേക്ക് ഇടണം. അത് കെട്ടിയിട വെക്കണം, എന്നിട്ട് നമുക്കത് ഹാങ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് അത് ചെയ്യാം. ഇത് പിടിക്ക് ബോളും. അന്നുമ്പോ അങ്ങനെ ഇടാൻ പറ്റില്ലടാ, ഇടുവാ. അപ്പോൾ പറഞ്ഞു വന്ന അതിൻ്റെ ഇടയിൽ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ചെറിയും ഈ ഒരു പൈനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ട്രീ വേണമെന്നുണ്ടായിരുന്നു. ഹസ്ബൻഡിനാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധാരണ നമ്മളെപ്പോഴും കാണുന്ന ഒരു ട്രീ മതിയായിരുന്നു. പക്ഷെ നോക്കി വന്നപ്പോൾ രണ്ടിനും ഒരേ റേറ്റാണ്. ഹസ്ബൻഡ് പറഞ്ഞ ട്രീ ആണെങ്കിൽ അങ്ങനത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഹൈറ്റ് കൂടുതലുള്ള നമുക്ക് ട്രീ സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ അങ്ങനെ വെറുതെ പ്ലെയിനായിട്ട് എപ്പോഴും കാണുന്ന പോലെ ട്രീ അല്ലാതെ എല്ലാത്തിലും കുറച്ച് വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ കുറച്ച് ഇതുപോലെ ചെറിയും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോൾ ഹൈറ്റ് അത്ര വലിയതിലാണെങ്കിൽ പിന്നെയും നമുക്ക് നമ്മുടെ ബഡ്ജറ്റിലുള്ളതിനേക്കാളും റേറ്റ് കൂടുതലാവും. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ച് നമ്മൾ എടുത്തതായിരുന്നു ഈ ഒരു ട്രീ. സത്യത്തിൽ ഇതിനേക്കാളും വലിയ ട്രീ വേണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഒരു ട്രീ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ ചെയ്യുന്ന കാര്യമാണല്ലോ. എന്തായാലും വാങ്ങിക്കുമ്പോൾ ഒരു കുറച്ച് വർഷത്തെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വാങ്ങിച്ച് ഒരു കുറച്ച് നാളെങ്കിലും അത് തന്നെ ഓടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ അതിൽ തന്നെ വെക്കുന്നത്. ഇഷ്ടായ ട്രീ ഇഷ്ടായ? അതിനതൊക്കെ പറിച്ചെടുത്താ? അത് നോക്കണ്ടത്? ആ അങ്ങനെ നമ്മൾ ബോളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കഴിഞ്ഞപ്പോൾ രണ്ടാളും അതുമ്പോൾ വെക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു.
സത്യത്തിൽ ഞാൻ എൻ്റെ മോൻ്റെ ക്ലാസ് കൂടി കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ, ഞാൻ ഈ ട്രീ വെക്കാൻ വേണ്ടിയിട്ട്. കാര്യം അവരൊക്കെ കൂടി ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്ക് പണി കൂടുതലാണെങ്കിലും അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുമ്പോഴാണല്ലോ അവർക്കും അതൊരു ഇഷ്ടം ഉണ്ടാവും. പിന്നെ നമുക്ക് അവർക്കായാലും കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഒരു ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പണ്ട് ചെയ്തിട്ടുള്ള കാരണമാണ് നമുക്കിതൊക്കെ ഒരു ഓർമ്മയും ചെയ്യാനുള്ള ഇഷ്ടമൊക്കെ ഉള്ളത്. അപ്പോൾ അവരെ കൊണ്ട് ചെയ്ത് അവർക്കും ഇതൊക്കെ കാണുമ്പോഴാണല്ലോ ഒരു സന്തോഷം. പിന്നെ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ഇനി ഭാവിയിൽ അവർ തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ട ആൾക്കാരാണല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. കാര്യം നമ്മൾ ചെയ്യുന്നത് വലിയൊരു കാര്യമല്ലെങ്കിലും ചെറുതാണെങ്കിലും അപ്പോൾ അതെല്ലാവരും കൂടിയിട്ട് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് അവൻ്റെ ക്ലാസ്സൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹലോ, അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനിയും കുറച്ചും കൂടി ബോൾസൊക്കെ ഇടാനുണ്ട്. പക്ഷെ കുട്ടികൾ വെച്ച് ചെയ്യുന്നവർക്ക് അറിയാലോ, നമ്മളത് ബോൾ പകുതി ഇടാൻ നോക്കുമ്പോഴേക്കും അതിൻ്റെ പകുതി അവരെടുത്ത് പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇനിയും അതിൽ കുറേ ഗ്യാപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ട്രീയുടെ ഏറ്റവും മേലെയുള്ള ഒരു ബോയും കൂടി സെറ്റ് ചെയ്തു കേട്ടോ. സാധാരണ നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മളൊരു സ്റ്റാറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമുക്കൊരു ബോയ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെഡ് കളറിലുള്ള ഒരു ബോയാണ് നമ്മൾ മുകളിൽ വെച്ചത്. അങ്ങനെ നമ്മുടെ ട്രീയുടെ കംപ്ലീറ്റ് ലുക്ക് കഴിഞ്ഞു. നമ്മുടെ ട്രീ സെറ്റ് ആയിട്ടുണ്ട്. ട്രീയുടെ മുകളിൽ ഒരു ചെറിയൊരു ബോൾ കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ട്രീ സെറ്റ് ആയിട്ടോ. ഇനി അതിലെ ബോളുകളുടെ ഭാഗങ്ങൾ ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നില്ല. ഇത്രയും വെച്ച് നമ്മളിവിടെ ട്രീയുടെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. അതിനുശേഷം ഞാൻ എൻ്റെ ട്രീ മാത്രമല്ല നമ്മുടെ ആ ഒരു ലിവിങ് റൂം കുറച്ചുകൂടി ഭംഗിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇനി നെക്സ്റ്റ് പാർട്ടായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് റെഡിയാക്കിയ ഞങ്ങളുടെ ഒരു കുഞ്ഞു ക്രിസ്മസ് ട്രീ. ബാക്കി ഇനി വീടൊക്കെ എങ്ങനെയാണ് ഒരു ഡെക്കറേറ്റ് ചെയ്തെന്നുള്ളതിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇനി നെക്സ്റ്റ് പാർട്ടായിട്ട് വേറെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.